ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സലാല കിച്ചൺ. ഇന്നൊരു എഗ്ഗ് കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണിത്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട 2ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 4ആയിട്ടാണ് ഒരു മുട്ട കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള മുട്ടയും കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 4 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി തന്നെ കുക്കറിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. പൊട്ടറ്റോ ഇതുപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഇതുപോലെ പൊട്ടറ്റോ ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. അതിലേക്ക് ഓരോ എഗ്ഗിൻ്റെ പീസ് ചേർത്ത് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇനി ഇതൊരു ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് മുട്ടയിൽ മുക്കിയെടുക്കണം. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതൊരു സെറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ബ്രെഡ് ക്രംസ് ഒന്നും പൊഴിഞ്ഞ് എണ്ണയിൽ വീഴുകയില്ല. ഞാൻ 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഇരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. Thanks for watching Salalah Kitchen.